വന്നിട്ട് പറഞ്ഞ വാക്കിതാണ്, ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യസ്ബിർ അലാ ദർബി ഹബീബിഹി. തന്റെ ഹബീബായി ഇഷ്ടപ്പെട്ട ആള് അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ വേദന സഹിക്കാൻ പറ്റാത്തവൻ ഒരു മുഹിബ്ബാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു സ്നേഹിതനാണ് എന്ന് പറയാൻ പറ്റുമോ? രണ്ട് സ്നേഹിതന്മാർ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു അടിയൊക്കെ അടിക്കൂലേ ചിലപ്പം. ചിലപ്പോ ചിലതൊക്കെ നല്ല വേദന ആവും, ചില നുള്ളൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരിക്കും. അത് സഹിക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ സ്നേഹം നിലനിൽക്കുന്നത്. അതല്ല നുള്ളാനും പറ്റൂല, ഒന്ന് തൊടാനും പറ്റൂല, അങ്ങനെയൊക്കെ പിന്നെ ഒരു വേഗം പിരിയും. അപ്പൊ ചങ്ങാതിമാരാകുമ്പോ ഒരു രസം കൂടുമ്പോഴൊക്കെ ചില പുറത്തൊക്കെ അടിക്കും. ചിലവര് ആ രസം വരുന്നുണ്ടെന്ന് കണ്ടവിടുന്ന് ഓടി കഴിച്ചില്ലാവല നന്നാ ചിലപ്പോ, അമ്മാരി അടിയൊക്കെ അടിച്ചാലും ചിലപ്പോ. അപ്പൊ എന്തായാലും ആ അടി കൊണ്ടേ പറ്റും. അത് സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്ന അടിയാണ്. അത് സ്വീകരിക്കാൻ പറ്റാത്തവർ സ്നേഹിതനല്ലല്ലോ എന്നാണ് പറയണത്. ആരവിടെ അടിച്ചത് ഈ രോഗിയെ? അല്ലാഹു. അല്ലാഹു തന്ന രോഗം ക്ഷമിക്കാതെ നിങ്ങൾ ഇങ്ങനെ തേങ്ങുകയാണോ? അപ്പൊ നിങ്ങൾ അള്ളാന്റെ മുഹിബ്ബല്ലല്ലോ എന്നാ ചോദിക്കണത്. അപ്പം രോഗിന്റെ വലിയ മറുപടി അവിടെ നിന്ന് വന്നു, ലൈസ ബിമുഹിബ്ബിൻ ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യതലദ്ദദ് ദർബ ഹബീബിഹി. തന്റെ മെഹബൂബായ സ്നേഹഭാജനം അടിക്കുമ്പോൾ ആ അടിയിൽ ആനന്ദം കൊള്ളാത്തവൻ ഒരു മുഹിബ്ബല്ലല്ലോ. ഞാനത് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മറുപടി. യോ അല്ലാഹ്, ഉലമാ പറയാ പറഞ്ഞതൊരു ലെവലാണ്, പക്ഷേ അതിലും വലിയ ലെവലിൽ ആ മറുപടി വന്നത്. ക്ഷമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ക്ഷമയും കഴിഞ്ഞ് ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആനന്ദത്തിലാണ്. ലൈസ ബിമുഹിബ്ബിൻ മൻ ലം യതലദ്ദദ് ദർബ ഹബീബിഹി. അല്ലാഹു നമുക്കൊക്കെ ക്ഷമ നൽകട്ടെ. ആ മുഹിബ്ബിന്റെ ദർബ് തലദ്ദുദ് ചെയ്യാന്ന് പറഞ്ഞ, ആനന്ദിക്കുക എന്ന് പറഞ്ഞ ഒരു മനസ്സിന്റെ ഒരു സ്ഥാനമുണ്ട്. ആ ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയണം. എന്നാ പിന്നെ ദുന്യാവിൽ ഒന്നും പ്രശ്നമില്ല, ഒന്നും മുഅ്മിനീങ്ങൾ കുലുങ്ങൂലല്ലോ. ലോകത്ത് എന്തൊക്കെ നടന്നാലും മുഅ്മിനീങ്ങളെ പേടിപ്പിക്കാൻ പറ്റൂല. അല്ലാതെ പേടിച്ചോ? മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടതില്ല, അവർ അള്ളാഹുവിനെ മുറുകെ പിടിച്ചവരാണ്. അപ്പൊ സ്നേഹത്തോട് അള്ളാഹു നൽകുന്ന സ്നേഹത്തിന്റെ അടിയോ സ്നേഹത്തിന്റെ തലോടലോ ആണ് അസുഖങ്ങള്, രോഗങ്ങള് എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹവാരി എന്നറിയപ്പെടുന്ന ഇഷ്ട കൂട്ടുകാരൻ എന്ന് നബി തങ്ങൾ പറഞ്ഞവരുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. താബിഈങ്ങളിൽ വളരെ പ്രസിദ്ധനായ മഹാനാണ് ഉർവ റളിയല്ലാഹു അൻഹു. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അസ്മാ ബീവിന്റെ മോനാണ്. ആര്? സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി, ആയിഷ ബീവിന്റെ സഹോദരി. പക്ഷെ രണ്ടാളും രണ്ട് ഉമ്മമാരാണ്. ആയിഷ ബീവിന്റെ ഉമ്മ വേറെയാണ്, അസ്മാ ബീവിന്റെ ഉമ്മ വേറെ. ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ അരികത്തേക്ക് മഹാനവറുകൾ ഷാമിലേക്ക് യാത്ര പോയ ചരിത്രമുണ്ട്. അല്ലാമ ഇബ്നു കസീർ എന്നവരൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. യാത്ര പോയപ്പോ ആഖിലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാൻസർ എന്ന് തന്നെയാണ് എന്റെ വാക്കർത്ഥം. അന്ന് ആഖിലത്ത് തിന്നുന്ന അസുഖം, ശരീരത്തെ തിന്നുന്ന അസുഖം. അന്ന് അതിനതാ പറയാ. അതായിരിക്കണം ഇന്നത്തെ ഈ അസുഖം. അല്ലാഹു അലം. കാല് നിലത്ത് വെക്കാൻ പറ്റാതെ മുറിവായി വ്രണമായി ഒലിക്കുകയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കൊട്ടാരത്തിലേക്ക് അച്ഛൻ ആരാണ്? മിൻ കിബാരി താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട മഹാനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ നല്ല ഡോക്ടർമാർ വരട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഉർവത്ത് ബിൻ സുബൈർ എന്നവരുടെ കാലിന് ചികിത്സ കൊടുക്കിയെന്ന് പറഞ്ഞു അബ്ദുൽ മലിക് ബിൻ മർവാൻ. അന്നത്തെ വലിയ ഖലീഫയാണ്. അപ്പൊ ഡോക്ടർമാരൊക്കെ VIP ഡോക്ടർമാരാ വന്നത്. അവർ നോക്കിയിട്ട് പറഞ്ഞു, കാല് മുറിക്കണം. ഇന്നത്തെ മുറി ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ പോലെ അല്ലല്ലോ. ബോധം കെടുത്താൻ കള്ള കൊടുക്കാം, വേറൊന്നും അങ്ങനത്തെ ഒരു അനസ്തേഷ്യ ഒന്നും ഇല്ലെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ടവരെ ഡോക്ടർമാരുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടവര് ഒരു ഗ്ലാസ് വൈൻ കയ്യിൽ കൊടുത്തു. ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കണേ, ന്യൂ ഇയർ വരുമ്പോ നമുക്ക് വേറെ ഓർമ്മ ഉണ്ടാവില്ല. അന്ന് അള്ളാൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അത് ന്യൂ ഇയർ വേറെ ഏതോ ഭക്ഷണം കൊണ്ടുവരുന്ന വിചാരം. അന്ന് ഇതൊക്കെ ഹലാലാന്നാ ചിലർ വിചാരിക്കുന്നത്. അന്ന് കുറച്ച് കള്ള കുടിക്കാം. ഇതെന്താന്ന് ചോദിച്ചു. ഇത് നിങ്ങൾക്ക് മുഖദ്ദിർ, നിങ്ങളുടെ ബോധം കെടുത്താൻ വേണ്ടി ഇത് കുടിച്ചേക്കണം, അല്ലെങ്കിൽ കാല് മുറിക്കണ്ടേ.
ഉലമാ പറയും ഈ സംഭവത്തിന്റെ ലൗല അസാനീദുഹു സഹീഹ മാ സദ്ദഖനാ. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ആലിമീങ്ങൾ അവിടെ എഴുതും, ഈ സംഭവത്തിന്റെ സനദ് സ്വഹീഹല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം നമ്മൾ വിശ്വസിക്കൂലായിരുന്നു. മഹാൻ പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം, യാ അല്ലാഹ് മാ കുൻതു ലിഅസ്തഈന അലാ ദഫ്ഇ ബലാഇല്ലാഹി ബിമഅസിയത്തില്ലാഹ്. എനിക്ക് അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണം, ആ പരീക്ഷണമാണ് എൻ്റെ കാലിന്റെ അസുഖം. അത് മുറിച്ചില്ലെങ്കിൽ ശരീരത്തിലേക്ക് ഒന്നാകെ പടരും, അതുകൊണ്ട് മുറിച്ചു മാറ്റണം. ഈ പരീക്ഷണം തടുക്കാൻ വേണ്ടി അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഉർവ തയ്യാറല്ല. ആലിമീങ്ങൾ ഫത്വ കൊടുത്തത് ജായിസാണ്. എന്തേ? ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ഇവിടെ ബോധം കെടണ്ടേ, പച്ചില മുറിക്കാൻ പറ്റിയ മനുഷ്യന്റെ കാല്. മഹാൻ പറഞ്ഞു, ദഊനി ഉസല്ലി ലിറബ്ബി റകഅതൈൻ, ഞാൻ wudu എടുത്തു വരാം, എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന നേരത്ത് നിങ്ങൾ എൻ്റെ കാല് മുറിച്ചോളൂ, അല്ലാതെ എനിക്ക് കള്ളു തരണ്ട, ഞാനത് തൊടില്ല എന്ന് പറഞ്ഞു. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മഹാന്മാർ പറയാണ്, ഈ സംഭവത്തിന്റെ സനദ് സ്വഹീഹല്ലായിരുന്നുവെങ്കിൽ നിസ്കരിക്കുമ്പോൾ കാല് മുറിക്കുക എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത് സ്വഹീഹായ സനദുള്ള ഹദീസാണ്, റിവായത്താണ്, അഥറാണിത്. അത്രയും സ്ട്രോങ് സനദാണ് ഇതിന്റെ. അതുകൊണ്ട് വിശ്വസിച്ചേ പറ്റൂ. നിസ്കരിക്കുമ്പോൾ കാല് മുറിച്ചു. നിസ്കരിക്കുമ്പോൾ ഈച്ച വന്ന് നമ്മൾ അറിയുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ ഫാൻ ഓഫായാൽ നമുക്കറിയാൻ പറ്റും. വല്ല സിന്ദാബാദും പോയാൽ നമ്മൾ നിസ്കാരം ഫാത്തിഹ മുഴുവൻ തെറ്റും. ഒരു അനൗൺസ്മെന്റ് പോയാൽ അത്തഹിയാത്ത് പഴക്കും. അതാണ് നമ്മുടെ നിസ്കാരം, അല്ലേ? ദഊനി ഉസല്ലി ലിറബ്ബി റകഅതൈൻ, ഞാൻ അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാം, ആ നേരത്ത് നിങ്ങൾ എൻ്റെ കാല് മുറിച്ചേക്കണം. അങ്ങനെ നിസ്കാരത്തിൽ മുറിച്ച ഉടനെ ചൂടുള്ള എണ്ണ വെച്ചു കൊടുത്തു, ചോര നിൽക്കാൻ വേണ്ടി. അതിൽ അദ്ദേഹം ബോധം കിട്ടുന്നു. അങ്ങനെ സംഭവിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അവരുടെ സഹോദരൻ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളാണിത്. ബോധം കെട്ടുപോകുന്നു. അത്ഭുതം അതല്ല, അദ്ദേഹത്തിന്റെ കൂടെ മകൻ വന്നിരുന്നു. 4 മക്കളാണ്. അതിൽ ഒരു മകനെ അവിടുത്തെ ഒട്ടകം കാലുകൊണ്ട് തട്ടിയപ്പോ, ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയും മരിച്ചിട്ടുണ്ട്. ബോധം തെളിഞ്ഞപ്പോ അവിടെ കൂടിയ സ്വഹാബികളും താബിഈങ്ങളൊക്കെ വന്നിട്ട് മഹാനെ തഅസിയത്ത് ചെയ്യാൻ, അനുശോചനം അറിയിക്കാൻ. 2 അനുശോചനമാണ്. എന്തെങ്കിലും 2 എണ്ണം, ഒന്നിന്റെ കാല് പോയത് ശരിയാണ്, നിങ്ങളുടെ മകനും വഫാത്തായിട്ടുണ്ട്. കഥ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അല്ലാഹുവിലേക്ക് കയ്യുയർത്തിയൊരു വാക്ക് പറ. ഈ ചരിത്രം പറയുമ്പോൾ പോലും നമുക്ക് വലിയ വേദനയോടുകൂടി ഇത് പറയാൻ കഴിയും. എങ്ങനെയാ പടച്ചോൻ ഇതൊക്കെ സഹിച്ചത്? എങ്ങനെയാ സഹിച്ചത്? അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദ് അബ്ഖൈത വഅഖദ്ത വാഹിദൻ വഅബ്ഖൈത സലാസ. അല്ലാഹുവേ നിനക്ക് നന്ദി റബ്ബേ, 4 എണ്ണത്തിൽ നിന്ന് 1 നീ കൊണ്ടുപോയത്. എൻ്റെ 2 കാലും 2 കൈകളിൽ നിന്ന് 1 കാലല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ, 3 എണ്ണം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. നിനക്ക് സ്തുതി അല്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം, അതിൽ ഒരു ഗ്ലാസിൽ, ഒരു കപ്പിൽ അര വെള്ളം ഉണ്ടെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾ എന്ത് പറയും? 1/2 ഗ്ലാസ് വെള്ളം ഉണ്ട് എന്ന് പറയും. നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾ എന്ത് പറയും? അതിൽ പകുതി കാലിയാണല്ലോ എന്ന് പറയും. സംഗതി പകുതി കാലി, അതിൽ പകുതി കാലി തന്നെയാണ്. പക്ഷേ ഏതൊരു കാര്യത്തിന്റെയും നന്മ നോക്കുന്ന ആള് ആ ഉള്ളതേ പറയൂ, ഇല്ലാത്തതിനെ പറ്റി പറയൂല. അല്ലാഹുമ്മ അഖദ്ത മിന്നീ വലദൻ വഅബ്ഖൈത സലാസ. 4 മക്കളെ തന്നതിൽ 1 മോനെയല്ലോ നീ കൊണ്ടുപോയത്, 3 മക്കൾ എനിക്കിപ്പോഴും ബാക്കിയുണ്ടല്ലോ. ആ കാലിങ്ങനെ കൊണ്ടുപോകും, അതിലേക്ക് നോക്കി പറഞ്ഞു എന്നാ ചരിത്രം നമ്മൾ മുമ്പ് അനുസ്മരിച്ചിട്ടുണ്ട്. ആ കാല് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയും. ഒരു ശരീരത്തിന്റെ ഒരു മുഴുവൻ വലിയൊരു അവയവമൊക്കെ ശരിക്കും മറവെയ്യണമെന്ന, മനുഷ്യനെ മറവെയ്യുന്ന പോലെ മറവെയ്യണമെന്ന. കൊണ്ടുപോകുമ്പോൾ കാലിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ, അല്ലാഹുവേ റിജുലുൻ ത്വാലമാ മശത് ഇലാ ത്വാഅത്തില്ലാഹ്. റബ്ബേ, ഈ കാലുകൊണ്ട് ഞാനൊരു തെറ്റിലേക്കും നടന്നു പോയിട്ടില്ല റബ്ബേ, ഇത് നിന്റെ അനുസരണയിലേക്ക് മാത്രം നടന്നു പോയ കാലാണ്. പക്ഷെ ആ കാല് അസുഖം വന്നു.
അസുഖം വന്ന് തെറ്റ് ചെയ്തുകൊണ്ടാണോ? ഇല്ല. തെറ്റ് ചെയ്യുന്നവർക്കാണോ അള്ളാഹു അസുഖം കൊടുക്കുന്നത്? അങ്ങനെയൊന്നും ഇതിൽ കണക്കില്ല. ആർക്കും വരാം. ആലിമീങ്ങൾക്ക് വരും, സയ്യിദന്മാർക്ക് വരും, സാധാരണക്കാർക്ക് വരും, ഔലിയാക്കന്മാർക്ക് വരും. അമ്പിയാക്കന്മാർ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയ തുമ്മൽ അംസലു ഫൽ അംസൽ. അല്ലാഹുവേ, ഈ കാലുകൊണ്ട് തെറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് നിനക്കറിയുമല്ലോ റബ്ബേ, നിനക്കറിയുമല്ലോ. ഇത് നാളെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്കൊരു ഹുജ്ജത്തായി, എനിക്കൊരു തെളിവായി, എനിക്കൊരു പ്രമാണമായി നിന്റെ മുന്നിലേക്ക് ഞാൻ നൽകുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് ആ കാലിനോട് യാത്ര പറഞ്ഞ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, 4 മക്കളെ തന്നതിൽ ഒന്നിനെയല്ലേ നീ കൊണ്ടുപോയത് റബ്ബേ, 4 അവയവങ്ങളിൽ ഒന്നല്ലേ നീ എടുത്തിട്ടുള്ളൂ. ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി. നമുക്കത് പറയാൻ കഴിയും മുഅ്മിനെ? എത്രയെല്ലാം നമ്മുടെ വലിയ കയ്യിൽ പൈസ ഇല്ല എന്നായിരിക്കും, നമുക്ക് ആരോഗ്യമല്ലേ? നമ്മുടെ കണ്ണിന് 2 കണ്ണുങ്ങ് നോക്കിയിട്ട് പറയാം, കണ്ണില്ലാത്ത ഒരാൾ നിങ്ങൾ 2 കണ്ണ് തരുമോ? 10 ലക്ഷം തരാം, 1 കോടി തരാം, 2 കണ്ണ് തരുമോ? ഞങ്ങൾ കൊടുക്കുവോ? അങ്ങനെ കൊടുക്കുന്നുള്ളൂ എന്നെങ്കിൽ പറഞ്ഞാട്ടെ. ഇല്ലല്ലോ. എന്തിനർത്ഥം? അതിന് അത്രയൊന്നും വിലട്ടിയാ പോരാ, വിലമതിക്കാനാവാത്തതാണ്. ഇത് കൊണ്ടെടുക്കുമ്പോൾ നമ്മൾ പറയാം എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. കോടികളാണ് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത്, കോടികളാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണില്ലേ, കിടന്നുറങ്ങണില്ലേ? ഇതുപോലും പറ്റാത്ത എത്ര ആളുകളുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? മേലുള്ളവരിലേക്ക് നോക്കണ്ടെന്നാണ്. അപ്പൊ അസൂയ വരും. നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരിലേക്ക് നിങ്ങൾ നോക്കണം. പുണ്യനബി പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കച്ചവടക്കാരെ വിശ്വസിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ അറ്റല്ല, താഴത്തേക്ക് നോക്കുക. ഇതുപോലില്ലാത്ത ആൾക്കാരില്ലേ? ഒരു വാടക റൂം പോലും എടുക്കാൻ പറ്റാത്ത കച്ചവടക്കാരില്ലേ? അൽഹംദുലില്ലാഹ്. ഉന്നതിയിലേക്ക് മേലോട്ട് നോക്കി അറ്റല്ലല്ലോ അടച്ചോനെ. മേലേക്ക് നോക്കി അറ്റല്ല, താഴേക്ക് നോക്കാൻ നമ്മോട് പറഞ്ഞു. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗഖകും. നിങ്ങളെക്കാളും അനുഗ്രഹങ്ങൾ ലഭിച്ചവരിലേക്ക് നിങ്ങൾ നോക്കല്ലിൻ, നിങ്ങളെക്കാളും അനുഗ്രഹങ്ങൾ കുറഞ്ഞവരിലേക്ക് നോക്കേണമേ. വദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത റബ്ബിക്കും. അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് നല്ലത് എന്ന് ശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. നന്ദി ചെയ്യുന്നുണ്ടോ? എന്നാലും നന്ദി റബ്ബേ, നിനക്ക് സ്തുതി അല്ലാഹ്. ഇത് പറയണമെന്നാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് നിങ്ങൾ ചെയ്താൽ അസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം. വലഇൻ കഫർതും, നന്ദി കേടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ ഭയാനകമാണ്, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ വളരെ ശുദ്ധമായ ഹൃദയത്തോടുകൂടെ നേരിടാൻ കഴിയണം. പരീക്ഷണങ്ങൾ കൂടെയുണ്ടാകുമ്പോൾ അല്ലാഹു കൂടെയുണ്ട് എന്ന് മറന്നു പോവരുത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയുണ്ട്. ആരാ ക്ഷമിക്കുക? പ്രയാസമുള്ളവരല്ലേ ക്ഷമിക്കുള്ളൂ, അല്ലാത്തവർക്ക് എന്താ ക്ഷമ? പ്രയാസമുള്ളവരല്ലേ ക്ഷമിക്കുക. ആ ക്ഷമിക്കുന്നവരുടെ കൂടെ ആരുണ്ട്? അല്ലാഹുണ്ട്. നമ്മളെക്കാളും പ്രയാസം അനുഭവിച്ച ആളാ പുണ്യനബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ 7 മക്കളിൽ 6 മക്കളെയും വാപ്പ ജീവിച്ചിരിക്കെ അള്ളാഹു കൊണ്ടുപോയി. 6 മക്കളെയും ഹബീബിന്റെ കൈ കൊണ്ടാ ഹബീബ് നബി തങ്ങൾ ഖബറിലേക്ക് വെച്ചത്. അങ്ങനത്തെ ഒരു വാപ്പ ഉണ്ടാവും നമ്മുടെ ഇടയിൽ? 6 മക്കളിൽ ഒരു മോള് ഫാത്തിമ ബീബി മാത്രമാണ് നബി തങ്ങളുടെ ശേഷം വഫാത്തായത്. അത് 6 മാസം കഴിഞ്ഞപ്പോൾ.